അമ്മയ്ക്ക് നല്ല ആരോഗ്യവും നല്ല സ്വാസ്ഥ്യവും എല്ലാം ദൈവം തരട്ടെ. കൃഷ്ണ കൃഷ്ണ. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനസ്സിന്റെ ശക്തിയോടുകൂടി ജീവിതത്തിന്റെ നേരിട്ട ഒരു വനിത ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയാണെന്ന് തന്നെ പറയും. എൻ്റെ താഴെയുള്ള 2 കുഞ്ഞുങ്ങളും വളരെ ചെറുതാണ്. അപ്പോൾ അമ്മ ഏറ്റവും സ്ട്രഗിൾ ചെയ്യണ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി എൻ്റെ അമ്മ മാത്രമാണ്. എപ്പോഴും നമ്മളിപ്പോൾ അമ്മൂമ്മയുടെ അവിടെ പാലക്കാടായാലും ഗുരുവായൂരായാലും നല്ല കളിക്കും, അമ്പലത്തിലൊക്കെ പോകും, അമ്മൂമ്മ കറങ്ങാനൊക്കെ കൊണ്ടുപോകും. അമ്മൻ ചെല്ലാൻ പഠിപ്പിച്ച അമ്മൂമ്മയാണ്. അമ്മൂമ്മ പറയണ എല്ലാം നല്ല കാര്യമുള്ള സംസാരമായിരിക്കും. അമ്മൂമ്മ സൂപ്പറാണ്. അമ്മൂമ്മ എന്നെ എല്ലാം പറഞ്ഞു തരും. ഹലോ എവ്രിവൺ, വെൽക്കം യു ആൾ ടു മൃദു വ്ലോഗ്സ്. മൃദു വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെയാണുള്ളത്, എന്താണ് ഒറ്റയ്ക്ക് എന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരുള്ള അമ്മയുടെ ഫ്ലാറ്റിലാണ്. അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞൂട്ടനും കുഞ്ഞുമാവിക്കും എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അമ്മൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ആൾക്ക് ഡേറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മയുടെ 70ാം പിറന്നാൾ ദിവസമാണ്. അപ്പോൾ ഇന്ന് അമ്മയും എൻ്റെ 2 ചേച്ചിമാരും അവരുടെ ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സമയം വൈകാതെ നമ്മുടെ പിറന്നാൾ കുട്ടീനെ കാണാൻ പോവാം. അങ്ങനെ നമ്മുടെ പിറന്നാൾ കുട്ടീനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നാണ് അമ്മയുടെ 70ാമത്തെ പിറന്നാൾ. എന്താണ് ഇന്ന് 70ാമത്തെ പിറന്നാളായിട്ട് പറയാനുള്ളത്? 70ാമത്തെ പിറന്നാളായിട്ട് പറയാനുള്ളത് എൻ്റെ പിറന്നാള്, എൻ്റെ ആഘോഷം, എൻ്റെ സന്തോഷം എല്ലാം 1995 സ്റ്റോപ്പ് ചെയ്തു ഞാൻ. കാരണം ഇവരുടെ അച്ഛൻ പോയി. പിന്നെ എനിക്ക് ഇന്ന് വരെ ഒരു സന്തോഷവും ഇല്ല, ഒരു ഇതുമില്ല, ഒന്നുമില്ല, ആഘോഷവും ഇല്ല, ഒന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ 3 ചെറിയ കുട്ടികൾ, അവരെ വളർത്തണം, അവരെ വലുതാക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ അത് ചെയ്യണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡാൻസ് കളിക്കുകയായിരുന്നു, പാട്ട് പാടുമായിരുന്നു. ഇതൊക്കെ എല്ലാം നിർത്തി, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പത്മനാഭസ്വാമിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് എൻ്റെ മക്കളെയൊക്കെ നോക്കി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഇനിയും അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് അമ്മ 10, 20, 30 വർഷത്തോളമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന് 3 മക്കളെ വളർത്തിയെടുത്തതിന്റെ കഥയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പോൾ വളരെ വിഷമകരമായ സ്റ്റോറിയാണ്. പക്ഷെ അത് കേട്ട് കഴിയുന്ന സമയത്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് കാണുന്ന സമയത്ത് നമുക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം 3 മക്കളും വെൽ സെറ്റിൽഡ് ആയി, 3 മക്കൾക്കും ഫാമിലി ആയി, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണം. അങ്ങനെ അമ്മ ഇപ്പൊ ഹാപ്പിയാണ്. എന്നാലും അമ്മയുടെ അടുത്ത് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അമ്മ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അമ്മയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് അത് ഓഫ്കോഴ്സ് അമ്മ വന്നിട്ടുള്ള വഴികളിലൂടെ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ അമ്മ എപ്പോഴും ഇതിങ്ങനെ പറയും. എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ലൈഫിൽ, അമ്മയുടെ ലൈഫിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെയാണ്. അതുപോലെ ഓരോരുത്തരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങൾ. സോ അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഫൈനലായിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോ അമ്മയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 70 വയസ്സിനകത്ത് അമ്മ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് എന്നാണ് ആര് കേട്ട് കഴിഞ്ഞാലും പറയുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എൻ്റെ ലൈഫിൽ ദ സ്ട്രോങ്ങസ്റ്റ് ലേഡിയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് 70ാമത്തെ അമ്മ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. കേക്ക് കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോവും, തൊഴും, അവിടെ എന്തെങ്കിലും ഒരു പായസം കൊടുക്കും, പായസം മേടിക്കും, കഴിക്കും, നാമം ജപിച്ചിരിക്കും. അതാണ് പിറന്നാളുടെ കാര്യങ്ങളൊക്കെ അതോടെ കഴിയും. പക്ഷെ ഇന്ന് എന്താ പറയാ, നമ്മളെല്ലാരും കൂടെ ഒത്തുകൂടി അമ്മയ്ക്ക് ഒരു സന്തോഷം കൊടുക്കാനും കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്മയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോരോ ഫാമിലീസിനെ പരിചയപ്പെടാം. മൂത്ത ചേച്ചി നന്ദിനി ചേച്ചി, മൂത്ത ഹസ്ബൻഡ് ഉണ്ണിയേട്ടൻ, ആള് ബിസിനസ് ചെയ്യുന്നു. മൂത്ത മോള് ദേവി കൃഷ്ണ, ഡിഗ്രിക്ക് പഠിക്കുന്നു കോളേജിൽ. ഇത് 2ാമത്തെ മോള് ദയ കൃഷ്ണ, സ്കൂളിൽ പഠിക്കുന്നു.
അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാണ് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റി കൂട്ടോ. കാര്യം ഇവിടെ അടുത്ത് 100-150 തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കിതുവരെ മനസ്സിലായില്ല ഇവിടെ എന്താണ് പഠിക്കണത്. ഇപ്പൊ പറഞ്ഞു കൊടുക്കണം നോക്കിയോ. ഞാൻ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ ഫൈനൽ എക്സാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആയി. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് മൈനർ ജിയോളജി. ജിയോളജി എന്ന് പറയുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. അതുകൊണ്ടാണ് മൈനർ ജിയോളജി എടുത്തിരിക്കുന്നത്. പിന്നെ അപ്പൊ സരസ്വതി സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇനി ദയാ, ഞാൻ 8th പഠിക്കുന്നത്. ചാന്ദിനി സ്കൂൾ പയ്യാടാണ്. എൻ്റെ ഹോബീസ് ഡ്രോയിങ്ങും റീഡിങ്ങും. ദേവി അടിപൊളിയായിട്ട് വരയ്ക്കും കേട്ടോ. നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യും. ഇവരുടെ മറ്റേ വില്ലയുടെ സൈഡിലായിട്ട് ഒരു ആർട്ട് സെന്റർ ഒക്കെ ഉണ്ട്. ഒരു വലിയൊരു മതിൽ, അതിൽ വലിയൊരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. ചേച്ചി DPAയിലാണ് വർക്ക് ചെയ്യുന്നത്. സൂപ്രണ്ടാണ് DPAയില്. ഇനി ഇവർക്ക് ഞാൻ ഇത്രയൊക്കെ പറയണ കാര്യം എന്താണെന്ന് അറിയോ, എൻ്റെ ഫാമിലീസ് വളരെ വിരളമായിട്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാറ്. അപ്പോൾ കൂടുന്ന സമയത്ത് എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇനി ചേച്ചിക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേച്ചിക്ക് എന്താ പറയാ, എനിക്ക് ഇതൊരു മോനാണ്, അനിയനല്ല, എന്റെ മോനാണ്. എനിക്ക് ആദ്യം കിട്ടിയ നമ്മള് ശരിക്കും 5 year പ്ലാൻ ആണ് അച്ഛന്റെ അമ്മയുടെയും. ആദ്യം ചേച്ചി, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഞാൻ, അല്ല അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ചേച്ചി, വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ. അപ്പൊ നമ്മള് തമ്മിൽ 10 വയസ്സ് ഡിഫറൻസ് ആണ്. വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരെ പ്രസവിച്ചതിന് ശേഷം അമ്മ പ്രസവിച്ചു വളർത്തിയതൊക്കെ ഞാനാണ്. വളർത്തിയതൊക്കെ എന്റെ മൂത്ത ചേച്ചിയാണ്. പക്ഷെ എന്റെ മൂത്ത ചേച്ചിക്ക് കല്യാണം ആലോചിച്ചത് ഞാനാണ്. അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ കണ്ടല്ലോ, ഇത്രയൊക്കെയാണ് മൂത്ത ചേച്ചിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സമയമുള്ളത് നേരെ രണ്ടാമത്തെ ചേച്ചിയുടെ ഫാമിലി പരിചയപ്പെടാൻ പോവാം. രണ്ടാമത്തെ ചേച്ചി മഹാരാഷ്ട്രയിൽ നിന്ന് വണ്ടി കയറി, ട്രെയിൻ കയറി. ആദ്യം ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി. പിന്നീടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചെന്നൈയിൽ വന്നിറങ്ങി. അവിടെ ഒരു ദിവസം ഹോൾട്ട് ചെയ്ത്, പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ വന്നിറങ്ങി. അവിടെ നിന്ന് വണ്ടിയും പിടിച്ച് ഗുരുവായൂർ വന്നതാണ് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചന്ദ്രപൂറുള്ള യൂണിവേഴ്സിറ്റിയില് ലോ കോളേജില് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ടെസ്റ്റ് എഴുതി പാസ്സായി. ഇനി പ്രൊഫസറായി പോവാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചേച്ചിയുടെ വിശേഷം. ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോള് നൃത്യ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നൃത്യനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് കുറച്ച് അടിപൊളിയായിട്ടൊക്കെ പറയണം, കുറച്ച് സെറ്റ് ആക്കിയിട്ട് പറയണം എന്നൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നൃത്യ ഓൾറെഡി അടിപൊളി ക്ലാസ് ടോപ്പറാണ്, പഠിക്കുന്നതിൽ അടിപൊളി മിടുക്കിക്കുട്ടിയാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അടിപൊളിയാണ് ആള്. സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെ ടാലൻസ് എല്ലാം നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ ടാലൻസും കിട്ടിയിട്ടുള്ള പിള്ളേരാണ് ഇവർ രണ്ടുപേരും. വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട, നമ്മളുടെ കുടുംബത്തിലെ ഏക ആൺതരി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വിഷ്ണു സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും. പഠിക്കുമോ? കുഴപ്പമില്ല കേട്ടോ, പഠിക്കുകയൊക്കെ ചെയ്യും. വേറെ പിന്നെ ചെറിയ അത്യാവശ്യം ചെറിയ കുഞ്ഞു വികൃതിയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ പ്രായത്തിൽ അതൊക്കെ നമുക്ക് വേണം. ആരാണ് കൂടുതൽ ഇഷ്ടം? സ്പൈഡർമാനാണ്. യെസ്, സ്പൈഡർമാനാണ് നമ്മളുടെ റോൾ മോഡൽ വിഷ്ണുവിന്റെ. ഇത് എന്റെ രണ്ടാമത്തെ അളിയൻ വിനേഷ് നായർ ഫ്രം ചന്ദ്രപൂർ. മഹാരാഷ്ട്രയിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. പിന്നെ ജനിച്ചത് തിരുവനന്തപുരത്ത്, പഠിച്ചതും വളർന്നതും മഹാരാഷ്ട്രയില്. ഓക്കെ, ശരി. അപ്പൊ ആള് മലയാളം ഇപ്പോഴും നമ്മളുടെ മലയാളികൾ പറയുന്ന പോലത്തെ മലയാളത്തിന്റെ ഒരു ആക്സെന്റ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഹിന്ദിക്കാര് പറയുന്ന മലയാളമായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ വിനേഷ് ഏട്ടനെ ഇൻട്രൊഡക്ഷൻ ചെയ്യും. അവിടെ ചന്ദ്രപൂരിൽ എവിടെ വർക്ക് ചെയ്യണു, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് PSU യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കൽക്കരി കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അവിടെ എൻ്റെ ജോലിയാണ്. അപ്പോൾ ഞാൻ വന്ന് തിരുവനന്തപുരം കല്യാണം കഴിക്കും. ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി. രണ്ടാമത്തെ മരുമോനായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ അമ്മയുടെ രണ്ടാമത്തെ മരുമോൻ, രണ്ടാമത്തെ അടിയനായിട്ട് ഞാനിപ്പോൾ ഇവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറായിട്ട് ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഇട്ടിട്ടുള്ളത്. നമ്മൾ കോൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ മിക്കവാറും അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായാലും ട്രാൻസ്ഫർ ഒന്നും കിട്ടില്ല. അപ്പം ലൈഫ് ടൈം ഫുള്ള് മഹാരാഷ്ട്ര, പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കേ ഉള്ളൂ ട്രാൻസ്ഫർ ഒക്കെ. നമ്മുടെ കേരളത്തിൽ കോൾ ഇന്ത്യ ഇല്ലാത്തത് കൊണ്ടും അവർക്ക് ഇവിടെ നമ്മുടെ ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും കേരളത്തിലോട്ട് വരാനുള്ള സാധ്യതയെ നോക്കണ്ട. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പച്ച പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം പച്ച പിടിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി ഫ്ലാറ്റും എല്ലാ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനും മൃദുലയും ധ്വനിക്കുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഒരാഴ്ചത്തെ ഒരു അവധി ഒരുമിച്ച് കിട്ടുകയാൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇനി ഉറപ്പായിട്ടും വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേരുടെയൊക്കെ വിശേഷങ്ങൾ. ഞങ്ങളുടെ 2 ചേച്ചിമാരുടെ കുഞ്ഞനിയനാണ്. ഞങ്ങൾ 2 ചേച്ചിമാരും ചെറുപ്പം തൊട്ടേ അവിടെ ഞങ്ങളൊരു കുഞ്ഞനിയനായിട്ട് ഞങ്ങളെ വളർത്തി ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ അനിയനെ, ചേച്ചി, അമ്മയൊക്കെ. ഞാൻ ഒത്തിരി ദൂരെ ആയിപ്പോയി. ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നാട്ടിൽ വരാറ്. എൻ്റെ കോളേജും കുഞ്ഞുങ്ങളുടെ സ്കൂളും ഒക്കെ അവധിയാകുമ്പോൾ ഹസ്ബൻഡും കൂടെ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നാട്ടിൽ വരാറ്. അപ്പോൾ ഈ സീരിയൽ ഫീൽഡിൽ വന്ന പിന്നെ ഉണ്ണിയെ കാണാൻ പോലും കിട്ടുന്നത് വളരെ കുറവാണ്. ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ വന്നിട്ട് പോകും, ചിലപ്പോൾ 1 ദിവസത്തേക്ക് വരും. കാണാൻ പറ്റാതെ വന്നിട്ട് തിരിച്ചു പോയ വർഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്ന് ഇപ്രാവശ്യം എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റി. അതുമല്ല അമ്മയുടെ സപ്തതി ആഘോഷവും കൂടി ആയതുകൊണ്ട് വളരെ നല്ലൊരു സമയവും അമ്മയുടെ സപ്തതി ആഘോഷവും ഞങ്ങൾ എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് വരാൻ പറ്റിയത് എല്ലാം ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കുഞ്ഞനിയൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചേച്ചിയാണ് കുഞ്ഞായിട്ട് നിൽക്കുന്നത്. നമ്മളുടെ 3 മക്കളിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ഇടയിലിരിക്കുന്ന ചേച്ചിയാണ്. അത് എന്തുകൊണ്ട് ചെറുതായി പോയി എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം നമ്മുടെ അമ്മയ്ക്ക് ഇത്ര ഹൈറ്റ് കുറവാണ്, അച്ഛനും നമ്മുടെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഹൈറ്റാണ് എനിക്ക് മൂത്ത ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്, അമ്മയുടെ ഹൈറ്റാണ് രണ്ടാമത്തെ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് കിട്ടിയ കാര്യമില്ല. പക്ഷെ നമ്മളെ രണ്ടുപേരെക്കാട്ടിലും ബുദ്ധി കൂടുതലുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചേച്ചിക്ക് ആയതുകൊണ്ട് LLB ഒക്കെ പഠിച്ച് വക്കീലായി തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുപോയത്. പക്ഷെ അവിടെ പോയിട്ടും വീണ്ടും പഠിച്ച് വളർന്ന് വലുതായി പ്രൊഫസറായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. PhD അവാർഡ് സഹായിച്ച് PhD അവാർഡ് ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളെ അറിയിക്കും. ഡോക്ടറേറ്റ് കിട്ടുന്നത് എപ്പോഴാണെന്നുള്ളത്. അപ്പൊ ആ വിവരം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ നന്ദിത വിനീഷ് എന്നാവും. അപ്പൊ അടിപൊളി. നൃത്യ ക്ലാസ് ടോപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയും. ഞാൻ പഠിക്കുന്ന 8ാം ക്ലാസ്സിലാണ്. അവിടുത്തെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ മൗണ്ട് കാർമൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. ഓക്കെ. നൃത്യക്ക് മറാഠിയിൽ 2 ഡയലോഗ് പറയും. വിഷ്ണു നൃത്യം കൂടെ മറാഠിയിൽ 2 ഡയലോഗ് സംസാരിക്കും. അവിടെ ആക്ച്വലി ഹിന്ദിയും അല്ല, മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നാഗ്പൂരിന്റെ അടുത്ത്. അപ്പൊ അവിടുത്തെ വെർണക്കുലർ ലാംഗ്വേജ് മറാഠിയാണ്. അപ്പൊ ഇവർക്ക് പഠിക്കാനും സിലബസിൽ കരിക്കുലത്തിലും മറാഠി ഒരു സബ്ജക്റ്റ് ഉണ്ട്. സംസാരിക്കുന്നു मराठी येते पण आणि कळते पण. सो त्यांना सुद्धा मराठी चुकला. तिलासोबत बात करा, तिलासोबत बात करा. ഞാൻ 3rd ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും മൗണ്ട് കാർമൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. എനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും 2 ഇഷ്ടമാണ്. യെസ്, സ്പോർട്സ് പേഴ്സൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉടുപ്പ് നോക്കി 6 പാക്കിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ കൂടുതൽ നേരം എന്നോട് നിർത്താൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ ഫാമിലിയുടെ വിശേഷങ്ങൾ. ഇനി ഇവരുടെ ബാക്കി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ മഹാരാഷ്ട്ര വരുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മള് അമ്മയുടെ ഗുരുവായൂരിലെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണ്. ഇനി നമ്മളെല്ലാവരുടെയും മക്കളുടെ ഒരു ചെറിയൊരു സ്നേഹോപഹാരം. അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും ഇഷ്ടമല്ല പൊതുവെ. അപ്പോൾ എങ്കിൽ കൂടെയും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. ആദ്യം ഞാൻ നമ്മുടെ മൂത്ത ചേച്ചീനെ വിളിക്കുകയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, മൂത്ത ചേച്ചി കമാൺ. മൂത്ത ചേച്ചിയും അളിയനുണ്ട്. ഞാൻ ഇവരെ നിങ്ങളത് നേരത്തെ പരിചയപ്പെടുത്തി തന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. സോ മൂത്ത ചേച്ചി എന്താണ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കണ്ട, കൊടുത്താൽ മതി. അമ്മ മേടിച്ചോ. അപ്പൊ മൂത്ത ചേച്ചിയും ഫാമിലിയുടെയും ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞു.
സന്തോഷമൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെ ചേച്ചിയുടെ കൂടെ ഇല്ലാത്തതിന്റെ ദുഃഖം എനിക്കുണ്ടാവില്ലേ? അച്ഛൻ കൂടെ ഇല്ലാത്തതുകൊണ്ടല്ലേ മകനെ തന്നിട്ട് പോയിരിക്കണേ. അതുണ്ടല്ലോ, അത് പുതുവായിരിക്കും തന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചേച്ചി, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ ഫാമിലിയുടെ വകയുള്ള ഗിഫ്റ്റ് ആണ്. യെസ്, രണ്ടാമത്തെ ചേച്ചി ആൻഡ് ഫാമിലി, കം ഓൺ. ചേച്ചി ചേട്ടനും കൂടെ ഒരു കവറിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെ അവരുടെ ഗിഫ്റ്റ് കഴിഞ്ഞു. നൃത്യയാണ് നമ്മളുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നൃത്യക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ നൃത്യ വരണ നൃത്യ വരണ. ഹാപ്പി ബർത്ത്ഡേ. ഇനി നമ്മുടെ മൂത്ത ചേച്ചിയുടെ 2 പിള്ളേര് വന്നിട്ടില്ല നേരത്തെ. ഈ 2 പിള്ളേര് നമ്മളെല്ലാവരും പരിചയപ്പെടുത്തിയതാണ്. പക്ഷെ എന്നാലും കൂടെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവർ 2 പേരും നമ്മളിവിടെ സൂക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് 2 പേരുടെയും ഗിഫ്റ്റ് എന്താണ്? അമ്മയ്ക്ക് ഉമ്മയാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് ആണ് ഉള്ളതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഈ സാധനങ്ങളെല്ലാം അമ്മയ്ക്ക് തിരിച്ച് ഈ ബാഗിനകത്ത് ഇട്ടിട്ട് പാലക്കാടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബാഗാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. സോ എല്ലാവരും ഇതൊക്കെ വെറുതെ നമ്മളുടെ ഒരു രസം, ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. സോ ഇനി അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് കാണാം. ഇവിടെ മതി. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളത് അടിപൊളി സദ്യ കഴിച്ച് വയറ് നിറഞ്ഞ് സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകാർ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരുക്കിയ സദ്യയാണ് നമ്മൾ കഴിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു സദ്യയൊക്കെ? എല്ലാവരും അടിച്ചോളൂ സദ്യ. യെസ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന്, എൻ്റെ അച്ഛനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് അച്ഛനെ കുറിച്ചൊരു 2 വാക്ക് പറയാതെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ മാറി നിന്ന് വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മ വല്ലാണ്ട് ഇമോഷണൽ ആവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് വീഡിയോ എടുക്കുന്നത്. അച്ഛൻ നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് ഏകദേശം ഒരു 28 വർഷത്തോളമായി. എങ്കിൽ കൂടെയും ഇപ്പോഴും അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മ വല്ലാണ്ട് ഇമോഷണൽ ആവാറുണ്ട്. നമ്മളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് പണ്ടൊക്കെ. ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം അത് മായ്ക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും കാലം മായ്ക്കാതെ അതേ ഇൻറ്റൻസിറ്റിയിൽ ആ ഒരു വേദന കൊണ്ട് നടക്കുന്നുണ്ട് അമ്മ. കാരണം അത്രയ്ക്കും ബോണ്ടിങ് ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്, അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരൊറ്റൊരു കാര്യമാണ് ഇപ്പോഴും അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മേനെ ഇത്രയും ഇമോഷണൽ ആക്കുന്നത്. അച്ഛൻ്റെ പേര് സദനം നന്ദകുമാർ എന്നായിരുന്നു. ഇപ്പോൾ എന്നെയൊക്കെ ഇപ്പോൾ കുറച്ച് മലയാളികൾക്ക് അറിയാം. പക്ഷേ അതുപോലെയല്ല, ലോകമെമ്പാടുമുള്ള കഥകളി ആരാധകർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാൻ സാധ്യതയുള്ളൊരു പേരാണ് സദനം നന്ദകുമാർ എന്ന് പറയുന്നത്. കാര്യം 1980-കളിൽ അച്ഛൻ പോവാത്ത രാജ്യങ്ങളില്ല, അച്ഛൻ പെർഫോം ചെയ്യാത്ത സ്റ്റേജുകളില്ല. അങ്ങനെ അത്രയും ബിസി ആയിട്ടുള്ളൊരു വേൾഡ് ഫേമസ് കഥകളി ഇൻസ്ട്രക്ടർ ആയിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ ഫോറിനിൽ സെറ്റിൽഡ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ്, കല്യാണം അമ്മേനെ ആലോചിക്കുന്ന സമയത്ത്, അമ്മ പാലക്കാടായിരുന്നു, കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ പാരീസിലെ മിലൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു വലിയൊരു സ്കൂളുണ്ട്. അവിടുത്തെ ആ സ്കൂളിൽ ഒരു മെയിൻ കഥകളി ഇൻസ്ട്രക്ടർ ആയിട്ടായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ഫോട്ടോസും എല്ലാം ഉണ്ട്. അച്ഛൻ ഒരുപാട് ഫോറിനേഴ്സ് സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ വീഡിയോ കാണുന്ന എനിക്ക് തോന്നുന്നു കഥകളിയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആൾക്കാർക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും സദനം നന്ദകുമാർ എന്ന് പറയുന്ന പേര്. അതുപോലെ എന്നെ അറിയാത്തവർക്കും ഇതൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. കാര്യം ആ ഒരു അച്ഛൻ്റെ മകനാണ് ഞാനെന്ന് പറയുന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു. കാര്യം ഒരുപാട് കഥകളി ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് അച്ഛൻ്റെ പേര് പറയുന്ന സമയത്ത് അവരൊക്കെ
വളരെ റെസ്പെക്റ്റോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും അച്ഛൻ്റെ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ അവരുടെ മാരേജ്, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മാരേജ് ഫിക്സ് ചെയ്ത സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടും അച്ഛൻ പാരീസിൽ തന്നെ ആയിരുന്നു കുറേ നാള്. അമ്മ ഇവിടെ പാലക്കാട് ഡാൻസ് ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ടോട്ടലി നമ്മൾ അങ്ങോട്ടേക്ക് പാരീസിലേക്ക് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം പ്രോസസ്സിങ് എല്ലാം ചെയ്ത് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ജോലി കിട്ടുന്നത് മ്യൂസിക് ടീച്ചറായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആവുന്നതാണ്. നമ്മൾ സലീം കുമാറൊക്കെ പറയുന്നത് പോലെ ഈ നിൽക്കുന്ന ഞാനല്ല, ഞാൻ ശരിക്കുള്ള ഞാൻ അവിടെ പാരീസിൽ എവിടെയോ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആവേണ്ട ഒരു ആളായിരുന്നു ഞാൻ. പിന്നെ എന്ത് കാര്യം വന്നാലും നല്ലതിനായിരിക്കുമല്ലോ. അങ്ങനെ അമ്മയ്ക്ക് ജോലി കിട്ടി. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അച്ഛനും ഗവൺമെൻറ് ജോലി കിട്ടി. ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങര സ്കൂളിൽ കഥകളി ഇൻസ്ട്രക്ടറായിട്ട് അച്ഛനും ജോലി കിട്ടി. അങ്ങനെ ആണ് അവർ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ആവുന്നത്. അപ്പോൾ ഞാൻ ജനിക്കുന്നതും പഠിച്ചതും വളർന്നതും എല്ലാം സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് വളരെ കുറച്ച് മെമ്മറീസ് ആണുള്ളത്. കാര്യം എൻ്റെ ഒരു 6 വയസ്സ് 7 വയസ്സ് ആ ഒരു സമയത്തൊക്കെയാണ് അച്ഛൻ നമ്മളെ വിട്ടു പോകുന്നത്. അച്ഛന് കിഡ്നി ട്രബിൾ ആയിരുന്നു. ആ സമയത്ത് പാലക്കാട് ഹോസ്പിറ്റലിൽ കുറേ നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അറ്റാക്കായിട്ടാണ് അച്ഛൻ നമ്മളെ വിട്ടു പോകുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞില് എന്നെ ചേച്ചീനെയൊക്കെ അച്ഛനൊരു ചേതക്കിൻ്റെ സ്കൂട്ടറുണ്ട്. അപ്പോൾ ആ സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ കുറച്ച് ഓർമ്മകളൊക്കെയാണ് എനിക്കുള്ളത് അച്ഛനെ കുറിച്ച്. വളരെ സ്വീറ്റ് മെമ്മറീസ് ആണ്. പിന്നെ എന്ത് ചെയ്യാം, വിധി ഇതായി പോയി. സോ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു ആബ്സെൻസ് ഞങ്ങൾ 3 മക്കളെയും അറിയിക്കാതെ അത്രയും ടേക്ക് കെയർ ചെയ്തായിരുന്നു അമ്മ നമ്മളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ദിവസത്തിൽ അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് വീണ്ടും ഒരുപാട് നാൾ മുമ്പോട്ട് സന്തോഷത്തോടു കൂടെ പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ മൃദ വ്ലോഗ്സ് സൈനിങ് ഓഫ്. ബൈ.